2008 കോയമ്പത്തൂർ പാർട്ടി കോൺഗ്രസ് 16-അംഗ പൊളിറ്റ് ബ്യൂറോയുടെ ലിസ്റ്റ് പുറത്തു വന്നു. രാഷ്ട്രീയ നിരീക്ഷകരുടെയും മാധ്യമങ്ങളുടെയും കണക്കുകൂട്ടൽ തെറ്റി. VS-നും പിണറായിക്കുമൊപ്പം മൂന്നാമതൊരാൾ കൂടി കേരളത്തിൽ നിന്നും PB-യിലേക്ക്. കോടിയേരി ബാലകൃഷ്ണൻ. കേരളത്തിൽ നിന്നും നിരവധി സീനിയർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉണ്ടായിരുന്നപ്പോഴാണ് കോടിയേരിയെ തേടി അപ്രതീക്ഷിതമായി PB അംഗമെന്ന പദവി എത്തിയത്. കോടിയേരിയുടെ രാഷ്ട്രീയ ഗ്രാഫ് എന്നും അപ്രതീക്ഷിത സ്ഥാനലബ്ധിയുടേതായിരുന്നു. SFI സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് 1973 കോടിയേരി എത്തുമ്പോൾ പ്രായം 20 മാത്രം. പാർട്ടി അംഗത്വം നേടി 3 വർഷത്തിനകം SFIയുടെ അമരക്കാരൻ. 1973 മുതൽ 79 വരെ തുടർച്ചയായി 6 വർഷം SFI സംസ്ഥാന സെക്രട്ടറി പദത്തിൽ. 82-ൽ തലശ്ശേരിയിൽ നിന്നും ആദ്യമായി നിയമസഭയിലേക്ക്. അപ്രതീക്ഷിതമായിരുന്നു പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനവും. അച്ചടക്ക നടപടിയെ തുടർന്ന് T. ഗോവിന്ദൻ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റപ്പെട്ടപ്പോൾ 89-ൽ പകരക്കാരനായി കണ്ടെത്തിയത് കോടിയേരിയെ. സംസ്ഥാന കമ്മിറ്റിയിലെത്തി 1 വർഷം തികയും മുമ്പെയാണ് 35-ാം വയസ്സിൽ കോടിയേരി ജില്ലാ സെക്രട്ടറിയാകുന്നത്. 95-ൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും. ചടിയൻ ഗോവിന്ദൻ അസുഖബാധിതനായപ്പോൾ സംസ്ഥാന സെന്ററിന്റെ സംഘടനാ ചുമതല നിർവഹിക്കാനുള്ള ദൗത്യം കോടിയേരിക്കായിരുന്നു. 2002-ൽ കേന്ദ്ര കമ്മിറ്റിയിലുമെത്തി കോടിയേരി. 2006-ൽ VS-ന്റെ നേതൃത്വത്തിൽ സർക്കാരുണ്ടാക്കിയപ്പോൾ നിർണായകമായ ആഭ്യന്തരമന്ത്രി സ്ഥാനം ലഭിച്ചത് കോടിയേരിക്ക്. CPIM മുഖ്യമന്ത്രിയിൽ നിന്നും ആഭ്യന്തരം അടർത്തി മാറ്റിയ രണ്ടാമത്തെ സന്ദർഭം. CPIM നേതൃത്വത്തിലെ ചിരിക്കുന്ന മുഖമായാണ് 61-കാരനായ കോടിയേരിയെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്താറുള്ളത്. വിഭാഗീയതയിൽ ഔദ്യോഗിക പക്ഷത്തിനൊപ്പം ഉറച്ചുനിന്നെങ്കിലും മുന്നണി സർക്കാരിന്റെ കാലത്ത് പാർട്ടിക്കും ഭരണത്തിനുമിടയിലെ പാലമായിരുന്നു കോടിയേരി. നയചാതുരിയിലൂടെ സംഘടനാ വിഷയങ്ങൾക്കടക്കം പരിഹാരം കാണുന്ന നേതാവ്. പാർട്ടിക്ക് പുറത്തുള്ള നേതാക്കളുമായും വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന കോടിയേരിയാണ് മുന്നണിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പോലും പലപ്പോഴും ചുക്കാൻ പിടിക്കുന്നത്. സഭയ്ക്കകത്തെ LDFന്റെ ഫ്ലോർ മാനേജറും കോടിയേരി തന്നെ. പ്രക്ഷോഭരംഗത്ത് അണികളെ ആവേശത്തിലാക്കാൻ കഴിയുന്ന നേതൃപാടവം. വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലും ബോംബുണ്ടാക്കുമെന്ന കോടിയേരിയുടെ പ്രസ്താവന വിവാദമായി. രാഷ്ട്രീയ നയങ്ങളുടെ പേരിൽ വിവാദങ്ങൾ അധികമുണ്ടായില്ലെങ്കിലും കുടുംബാംഗങ്ങളുടെ പേരിലുണ്ടായ ആരോപണങ്ങളിൽ കോടിയേരിയും വിമർശിക്കപ്പെട്ടു. അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രക്ഷോഭം നയിച്ചതിന്റെ പേരിൽ 18 മാസമാണ് കോടിയേരി ജയിലിലടക്കപ്പെട്ടത്. മുത്തങ്ങ സമരകാലത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരവും നയിച്ചു കോടിയേരി. ഒടുവിൽ 88-ൽ ആദ്യമായി സംസ്ഥാന കമ്മിറ്റിയിലെത്തിയ ആലപ്പുഴയിൽ വെച്ച് തന്നെ കോടിയേരി സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്കും എത്തുന്നു. രാഷ്ട്രീയ തിരിച്ചടികളിൽ നിന്നും CPIM-നെ കരകയറ്റാൻ കോടിയേരിയുടെ നേതൃത്വത്തിനാകുമോ? റിപ്പോർട്ടർ, തിരുവനന്തപുരം.